അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസംഗിക്കാനുള്ള വേദിയാണ് ഈ കാണുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിനോട് ചേർന്നായിട്ട് ഇപ്പൊ പുതിയതായിട്ട് പണിതേക്കണത് ഫ്രീഡം ടവറാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ടവറാണ് ഫ്രീഡം ടവർ. ഈ ഫ്രീഡം ടവറിനോട് ചേർന്നായിട്ട് തന്നെ 2 മെമ്മോറിയൽ ഫൗണ്ടൻ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മെമ്മോറിയൽ ഫൗണ്ടന്റെ ചുറ്റുമായിട്ട് മരിച്ചുപോയിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. തകർക്കപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ സമയത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ മരിച്ചവരുടെ ഫാമിലിയൊക്കെ വന്ന് ഈ പേര് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പൂക്കൾ വെക്കുകയും റീത്ത് വെക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രീഡം ടവറിനോട് ചേർന്ന് ഒരു മെമ്മോറിയൽ മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത, അന്ന് ടെററിസ്റ്റുകള് വിമാനം റാഞ്ചിയ ആ സമയം തൊട്ടുള്ള ഓഡിയോ ക്ലിപ്പുകള്, അവര് വരുന്ന, അതായത് എയർപോർട്ടിൽ ചെക്കിംഗ് ചെയ്യുന്ന ആ ഭാഗം തൊട്ട് അപകടത്തിൽ തകർക്കപ്പെട്ട അവശിഷ്ടങ്ങള്, പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക്, ആ ഒരു സമയത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല.